എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ വിഷമം കേൾക്കാൻ ഒരു സാവകാശം നമുക്കുണ്ടാകണം. അവരെ നമ്മ കേട്ടില്ലെങ്കിൽ കണ്ടവനെടുത്ത് പോര്, എന്നിട്ട് വഴിതെറ്റി പോയി തെറ്റാ വഴികളിൽ അവർ തിരിച്ചെടുക്കില്ലേ പ്രിയപ്പെട്ടവരെ. ഞാൻ ഇത്ര സമയം എടുത്താണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ അത്രയും വേദനിച്ചിട്ടാണ് പറയുന്നത്. അത്രയും സങ്കടമുണ്ട് നമ്മുടെ മക്കളെ ഓർത്തിട്ട്. അവർ നല്ലവരായതുകൊണ്ടാണ് വേദനിക്കുന്നത്. അവർ വഴിതെറ്റിയൊന്നും പോയിട്ടില്ല, പക്ഷെ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിത്യാഗം നമ്മുടെ സ്നേഹവും മക്കൾക്ക് കൊടുക്കാനാണ്. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? പല പ്രശ്നങ്ങളിലും ചിലതെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണല്ലേ? അതായത് ജീവിതം അവസാനിപ്പിക്കണം, അത്ര ഇനി മുന്നോട്ടില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങളുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരിവിടെ ഉണ്ട്. ശരിയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെന്നിട്ട് ഇവിടെ ജീവനോട് പിരിപ്പുണ്ടല്ലോ, എൻ്റെ അർത്ഥം എന്താ? അതായത് അത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, പക്ഷെ അതിനെയും നിങ്ങൾ അതിജീവിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? പ്രശ്നങ്ങൾ വലുതാണെന്നേ, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകും എന്നൊരു ധൈര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടെ പറയണം. കാരണം ഈ പ്രേമത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോണ് ചില നിങ്ങൾ. കാപട പ്രേമം, എന്നിട്ട് തേച്ചൊട്ടിച്ച് കഴിയുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യും. ഒരുത്തം പ്രേമിച്ചവനല്ലേ, പ്രേമിച്ച പെൺകുട്ടിനെ വീട്ടിലൊരുത്തി തല്ലിക്കൊന്നുള്ളത് ഇല്ലേ? ഇതാണ് പ്രേമം. ഈ കപട സ്നേഹവും കപട പ്രേമവും കാണിച്ച് പിശാചിന്റെ കെണി ഒരുക്കി നമ്മുടെ മക്കളെ തകർക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രിയപ്പെട്ടവരെ, പ്രേമിക്കല്ലേ എന്നല്ല പറയേണ്ടത്, പ്രേമിക്കണ്ടവനെ പ്രേമിക്കാൻ പഠിപ്പിക്ക്. ഈ സ്നേഹം എന്തെന്ന് അറിയാനായിട്ട് പഠിപ്പിക്ക്. അതല്ലേ വേണ്ടത്. നമ്മുടെ മക്കള് നമ്മുടെ വീട്ടില് അപ്പന്റെ അമ്മയുടെ സ്നേഹം, നിഷ്കളങ്ക സ്നേഹം കണ്ടു വളരട്ടെ. അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് നിങ്ങൾ അവരെ ജീവിതം കൊണ്ട് പഠിപ്പിക്കും. അതാ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ലോകം മുഴുവനും നീ വെട്ടിപ്പിടിച്ചു, പക്ഷെ ജീവിക്കുന്ന കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു മക്കൾ വളരണം. ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അവൻ ജീവൻ കൊടുത്താ സ്നേഹിച്ചേ. അതാണ് ഈ നോമ്പ് കാലത്ത് ധ്യാനിക്കുന്നത്. ഈ നോമ്പ് കാലത്തിൽ കുരിശിന്റെ വഴിക്കെങ്കിലും മക്കളെ പങ്കെടുപ്പിച്ചിട്ട് ആ ക്രിസ്തു നിനക്ക് വേണ്ടി സഹിച്ചതൊന്ന് ധ്യാനിപ്പിക്കും പ്രിയപ്പെട്ടവരെ. അത് പള്ളിക്ക് ഇവിടെ നിന്ന് കിട്ടാനല്ല, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനാ ഈ നോമ്പ് കാലം. രാവിലെ ട്യൂഷൻ, പിന്നെ സ്കൂളിൽ 9 മണി തൊട്ട് 4 മണി വരെ ക്ലാസ്, അതുകൊണ്ട് പിന്നെയും ട്യൂഷൻ. പിന്നെ എന്തിനാണ് സ്കൂളിൽ പഠിപ്പിക്കണത്? ടീച്ചർമാരുണ്ട് മര്യാദ പഠിപ്പിച്ച സ്കൂളിലെ ട്യൂഷൻ കഴിഞ്ഞ ട്യൂഷന് പോകണ്ടായിട്ടുണ്ട്. എൻ്റെ പിള്ളേരൊക്കെ പാവങ്ങളെ കഷ്ടപ്പെടുത്താനായിട്ട് സ്കൂളിന് മാന്യമായിട്ട് പഠിപ്പിക്കണം. ആ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് മതി അവർക്ക്. അത് പഠിപ്പിക്കാതെ കൊണ്ടല്ലേ പിന്നെ ട്യൂഷന് വേണ്ടി വന്നത്. ഈ രാവിലെയും വൈകിട്ടും മുഴുവൻ ട്യൂഷനാണ്. പള്ളിയിൽ വിടുവോ? ട്യൂഷൻ. അത് തന്നെയാണ് പ്രശ്നം. ദൈവഭക്തിയും ദൈവവിശ്വാസവും കൊടുക്ക്. ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവഭക്തിയാ. സകലതും അറിഞ്ഞു, പക്ഷെ അറിയേണ്ടവൻ അറിയണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 9:10 എന്താ പറയണത്? ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ദൈവത്തെ അറിയാൻ അവർക്ക് പറ്റണ്ട, ദൈവവിശ്വാസം വളർത്തണണ്ട, ദൈവഭയത്തിൽ വളർത്തണണ്ട. ബാക്കി എന്തൊക്കെ നേടിയിട്ട് ഒരു കാര്യമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷമാണ്, പറ. നല്ല സന്തോഷമാണ്. കാരണം എന്താണ്? നമ്മളെവിടെ ഇരിക്കണത്? അതായത് സന്തോഷത്തിന് കാരണം നമ്മൾ സുവിശേഷത്തിന് മുമ്പ് വായിച്ചായിരുന്നു. എന്താ കാരണം? എന്നെ സൃഷ്ടിച്ചു, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ. അപ്പം നമ്മുടെ സന്തോഷത്തിന് കാരണം എന്താണ്? രക്ഷ. ആരാണ് നമ്മെ രക്ഷിക്കുന്നത്? ആ ഈശോ ഇപ്പം എവിടെയുണ്ട്? ഇവിടെയുണ്ടാ? കർത്താവ് ബലിപീഠത്തിൽ അപ്പമായി നമ്മോടൊപ്പം വരും അല്ലേ? അത് വിശ്വസിക്കുന്നവരൊന്ന് കൈവൊക്കെ, കൈയുണ്ടാന്ന് നോക്കട്ടെ. അത് നമ്മൾ ഈ റാലിക്കൊക്കെ പോകുമ്പോൾ കൈ ഉയർത്തിങ്ങനെ അറിയില്ലേ, ജയ് വിളിക്കുമല്ല. എൻ്റെ അർത്ഥം എന്താണ്? അതാ പ്രഘോഷണമാണ്. അവർ വിശ്വസിക്കുന്ന ആ പാർട്ടി നേതാവ് അവരിൽ ജയ് വിളിക്കണാണ് അല്ലേ? അപ്പം നമ്മളുടെ ഏക നേതാവ് ആരാണ്? പറ, ഉറക്കെ പറ. ആ ഈശോയിൽ ജയ് വിളിക്കുന്ന ഇടയ്ക്ക് ഞാൻ കൈ ഉയർത്തിക്കും, കുഴപ്പമുണ്ടാ? ആ കർത്താവരുടെ എല്ലാ അത്ഭുതവും ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് അത്ഭുതം നടക്കണം, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമെന്ന് വിശ്വസിക്കണവർ, ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുന്ന് കൈവയ്ക്കേ. കൈ ഉണ്ടക്കതിനും താത്ത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമെങ്കിൽ ഒറ്റ ഡിമാൻഡേ ആവശ്യപ്പെട്ടുള്ളൂ. എന്താണ്? പറ, ഉറക്കെ പറ. വിശ്വാസം. എല്ലാ അത്ഭുതം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞത് നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ഒറ്റ സെക്കൻഡ് മതി, വിശ്വസിച്ചാൽ മതി. അപ്പം കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും കേട്ടാ. അത് വിശ്വസിക്കേണ്ടത് കൈ ഓക്കെ. ഈ അച്ഛനെ കൊണ്ട് തോറ്റി കൈ ഓക്കെ. അപ്പോൾ അത് വിശ്വാസ പ്രഘോഷണമാണ്. ഇവിടെ ഇന്ന് അത്ഭുതം നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ, എനിക്ക് ആഗ്രഹമുണ്ട്. ആർക്കാഗ്രഹമുണ്ട്? എനിക്കാഗ്രഹമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ വിശ്വസിച്ചാൽ കിട്ടുമോ?
അതെനിക്ക് കിട്ടും കേട്ടാ. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം കേട്ടാ. അപ്പോൾ നൽകും കേട്ടാ. അപ്പോൾ അതാണ്. ഇനി വളരെ സന്തോഷകരമായ കാര്യം വായിച്ചു കഴിഞ്ഞപ്പോൾ സുവിശേഷമാണ് വായിച്ചത്. സുവിശേഷം സദ്വാർത്ത ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടാ. അപ്പോൾ സദ്വാർത്ത വിശ്വസിച്ചാൽ അത്ഭുതം. ഈ സുവിശേഷം എന്താണ്? ലൂക്കാ 2:10 നിങ്ങൾക്ക് രക്ഷകനായി കർത്താവ് യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷം. ആ സുവിശേഷം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം, സുവിശേഷം കർത്താവിൻ്റെ സദ്വാർത്തയാണ്. അപ്പോൾ സദ്വാർത്ത സന്തോഷത്തോടെ പറയണം അല്ലേ? ആ സന്തോഷ വാർത്ത നിങ്ങൾക്ക് അനുഭവമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പറ. വിശ്വാസം വേണം. അത് ഉദാഹരണം പറഞ്ഞപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ക്രിസ്മസ് ബമ്പർ അടിച്ച എത്രയാണെന്നല്ലോ, ഈ സത്യാനന്ദ ചേട്ടനാണ്. 20 കോടി രൂപയാണ്. എത്ര കോടി വേണോ? വേണ്ടേ? സത്യൻ ചേട്ടൻ 20 കോടി അടിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൂരുകാരൻ അടിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? ബാങ്കിൽ കൊണ്ടേ ലോട്ടറി കൊടുത്ത്. എന്നിട്ട് പറഞ്ഞ് ആരോടും പറയരുതെന്ന്. കാരണം എന്താണ്? ജീവിക്കാൻ പറ്റൂല അല്ലേ? ലോട്ടറി അടിച്ചുകൊണ്ടൊന്നും ജീവൻ രക്ഷപ്പെടില്ലെന്ന് അങ്ങേർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ 20 കോടി രൂപ ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവയ്ക്കേ. നാണം. ഓസിന് കിട്ടിയ ഓയിൽമെൻറ്റ് തിന്നാൻ. എന്നിട്ട് അപ്പച്ചനുണ്ട്, അത് സത്യസന്ധത കിട്ടിയാൽ മേടിച്ചുകൊണ്ട് പോകും. അതെനിക്കറിയാം. അവർ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ. നിങ്ങൾക്ക് ലോട്ടറി ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, പോട്ടെ. എന്നാലും ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് 20 കോടി രൂപയുടെ ലോട്ടറി അടിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറയണേണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തായിരിക്കും ആദ്യത്തെ ഭാവം? ലോട്ടറി അടിച്ച് നിൽക്കുമ്പോൾ ആദ്യം തലയിറങ്ങി വീഴും. അത് സ്വാഭാവികമായ പ്രവണതയാണ്. പോട്ടെ, സന്തോഷം ഉണ്ടാവോ ഇല്ലേ? പറ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് 20 കോടി രൂപയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നു. അപ്പോൾ സന്തോഷമായാ? ചിരിക്ക്. സന്തോഷമായി. ഇനി ഇതേ വാർത്ത, ഈ സന്തോഷ വാർത്ത ഞാൻ പറയുമ്പോൾ ചിലർക്ക് സന്തോഷം ഉണ്ടാവില്ല. അവരിങ്ങനെ പറയും കേട്ടോ. അവർ പറയും, പിന്നെ അച്ഛൻ പറ്റിക്കാൻ നിൽക്കുകയാണ്. പിന്നെ എനിക്കാ എന്ന് പറയും ഇല്ലേ? അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായില്ല. കാരണം എന്താ? നിങ്ങൾക്കെന്തൊരു ബുദ്ധിയാണ്. ശരിയല്ലേ? അവരെ ഈ സന്തോഷ വാർത്ത പറഞ്ഞ് എന്നെ വിശ്വസിച്ചില്ല. ശരിയല്ലേ? അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ ജീവിക്കുന്ന കർത്താവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെല്ലാ പ്രതിസന്ധികളും നിങ്ങൾ രക്ഷിക്കുമെന്ന ഈ സന്തോഷ വാർത്ത ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷ അനുഭവമാകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പറയണവന് ലുക്കില്ലെങ്കിലും പറഞ്ഞ കർത്താവിൽ വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും. ആമേൻ. മനസ്സിലേ? അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിനക്ക് സന്തോഷ അനുഭവമാകും, ആ സുവിശേഷം അനുഭവമാകും. അല്ലെങ്കിൽ എല്ലാ ദിവസവും സുവിശേഷം കേട്ടിട്ട് പോകണ്ട, ഒരു വ്യത്യാസമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 16:20 യേശു ക്രിസ്തു പറഞ്ഞാണ്, നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും. ആരാ പറഞ്ഞത്? ഈശോ പറ്റിക്കോ? ഞാൻ പറ്റിച്ചാൽ ഈശോ പറ്റിക്കൂല കേട്ടാ. കാരണം അപ്പോൾ അതും കൂടി വിശ്വസിച്ചാൽ നിങ്ങൾ ഇന്ന് ദുഃഖവും സങ്കടമൊക്കെ ഇട്ടിരിക്കണമെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ സന്തോഷമായി മാറും എന്ന് വിശ്വസിക്കുന്നിടന്ന് കൈവയ്ക്കേ. ഇന്നപ്പോൾ അത്ഭുതമാണ്, ഉറപ്പാണ് കേട്ടാ. അത് അത്ഭുതമാണ് പറയുന്നത്, സത്യമായിട്ട് സംഭവിക്കും. കുറേ അത്ഭുതങ്ങൾ ഞാനിത് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് എല്ലായിടത്തും തുടക്കത്തിൽ പറയും. ഞാൻ കുറേ പ്രസംഗം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ആ പ്രസംഗം അനുഭവം ആകണമെന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞേക്കണത്. അനുഭവം ആകണേ ഞാൻ മാത്രം വിചാരിച്ച പോരാ, ഞാൻ പറയും, പക്ഷെ നിങ്ങളത് വിശ്വസിക്കണം. അതുകൊണ്ടാണ് സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുഭവിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ കേട്ടാ. ഇല്ലെങ്കിൽ ഞാൻ ചൂരിലെടുക്കും ഞാൻ. കാരണം കർത്താവിനോട് ശാസിച്ച് പറഞ്ഞേക്കാൻ ചുമ്മാ വചനവും പറഞ്ഞ് നടന്നാൽ പോരാ, മറിച്ച് അത് അവർക്ക് അനുഭവമാക്കി കൊടുക്കണം. അനുഭവം ആകണേ നിങ്ങൾ കൂടി വിചാരിക്കണം. അവൻ്റെ ഒപ്പം നിൽക്കുക എന്നാ കേൾക്ക്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സന്തോഷമായിട്ടിരിക്കട്ടെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ വകയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. നിന്റെ പ്രശ്നം നോക്കി നടക്കല്ലേ, കർത്താവിനെ നോക്കി നടക്കും. കാരണം പ്രശ്നത്തെക്കാളും വലുത് കർത്താവാണ്. ആ കർത്താവിനെ നോക്കി നടന്നാൽ അത്ഭുതങ്ങളുടെ ഇന്ന് രാവിലെ എൻ്റെ കൂടെ പഠിച്ച സഹോദരി കേട്ടോ, അവൾ എന്നെ 2 ദിവസം വിളിച്ചിട്ട് പറഞ്ഞ്, അച്ഛാ എടാ ഒരുമിച്ച് പഠിച്ചാണല്ലോ. അപ്പോൾ അവൾ പറഞ്ഞ്, ഹസ്ബൻഡ് 2-3 ദിവസം മുമ്പ് ഇവിടെ വീണ്, ബാത്റൂമിൽ വീണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാൽ, അപ്പോൾ ബാത്റൂമിൽ വീണ്. അപ്പോൾ കഴിഞ്ഞപ്പോൾ തലക്ക് ചെറുതായിട്ടൊരു പരിക്ക് പറ്റി. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവർ പറഞ്ഞ് ബ്രെയിനിൽ ഒരു സിസ്റ്റ് ഉണ്ട്, അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് അവൾ വിളിച്ച്, ഇന്ന് ഓപ്പറേഷനാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിച്ചേ, ആ വീണതൊരു അനുഗ്രഹമല്ലേ? പറ. ഇപ്പം നിങ്ങൾ വരിക, ഈ അച്ഛനെന്ത് ദുഷ്ടനാണെന്ന്. ചില വീഴ്ചകളൊക്കെ അനുഗ്രഹമാണ്, മനസ്സിലായ? ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വരണം കരയാനല്ല, കർത്താവിനെ ആനന്ദിക്കാനാ. കാരണം കർത്താവ് നൽകുന്നൊരു സംരക്ഷണമാണെന്നത്. അപ്പം ഞാനിത് ചിന്തിച്ച്, പക്ഷേ ഇവളോടത് പറയാൻ പറ്റുമോ? ഇവളോടത് പറയാൻ പറ്റൂലല്ലോ. എടി അത് വീണത് അനുഗ്രഹം എന്ന് പറയാൻ പറ്റൂല. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ അത് വീണതൊരു അനുഗ്രഹം, അതുകൊണ്ടല്ല അത് അറിഞ്ഞത്. അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എനിക്ക് വിശ്വാസം ഉണ്ടായി, എൻ്റെ കർത്താവേ അങ്ങാണ് അവനെ വീഴ്ത്തിയത്, എങ്കിൽ അങ്ങേക്ക് അത് ഉയർത്താൻ വേണ്ടിയാണ് ഇല്ലേ?
അപ്പോൾ പിന്നെ എന്തിനാണ് മേടിക്കണത് എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെ അവൾ എന്നെ വിളിച്ചിട്ട് ഇന്ന് ഓപ്പറേഷനാണ്, നീ പ്രാർത്ഥിക്കണോട്ടാ എന്ന് പറയാൻ വേണ്ടി വിളിച്ച്. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കാര്യം പറയണമെന്നുണ്ട് എൻ്റെ മനസ്സിൽ. എടി നീ പേടിക്കണ്ടേ, നീ വീണത് കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്, അങ്ങനെയാണെങ്കിൽ ഉയർത്താൻ കർത്താൻ അറിയാമെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ ഒരു ധൈര്യമില്ല. അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്, 2 പെൺപിള്ളേരും ഉണ്ട്, വിഷമിച്ചിരിക്കുകയാണ്. അവളോട് എങ്ങനെ പറയും? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ വീണത് കൊണ്ടല്ലേ അച്ഛാ അറിയാൻ പറ്റും, അതൊരു അനുഗ്രഹം. ഓ ഞാൻ രക്ഷപ്പെട്ട്, മനസ്സിലായ? അപ്പോൾ അത് ആരാണ് എന്നെ പഠിപ്പിച്ചത്? പറ. ഈശോയുടെ ആത്മാവായത് കൊണ്ടല്ലേ അവക്കും അത് ബോധ്യം കിട്ടിയത്, ഇല്ലേ? അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയോ? പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോഴല്ല സകല പ്രശ്നങ്ങൾക്കും യഥാർത്ഥ പരിഹാരം അത് നന്മയാണെന്നുള്ളത് വെളിപ്പെടുത്തി തരും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:9. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? സത്യം പറ, ഉറപ്പാണ്? അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചാണ് ഈ പറയണ വചനം കേട്ടോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ദൈവം സജ്ജമാക്കിയിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ പിന്നെന്താണ് മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല, എന്നാൽ ആത്മാവ് മുഖേന അവയെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായ? നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, എന്നാൽ നിങ്ങൾക്കായി ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. എന്ത് മനോഹരമാണ്! അതായത് നമുക്ക് സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് ചുമ്മാ ഒരു ആത്മാവല്ല. എന്താണ്? ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദാനങ്ങൾ വെളിപ്പെടുത്തുന്ന ആത്മാവാണ്. അപ്പോൾ ഈ ആത്മാവ് വന്നാൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു, അത് ഈശോ ചെയ്താണ് എന്നുള്ള ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ എനിക്കത് പറയാൻ പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾക്കും അത് തന്നെ കിട്ടി. ദൂരത്തിരിക്കണ അവൾക്ക് അത് തന്നെ കിട്ടി. അവൾ എന്നോട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നീ പേടിക്കണ്ടേ, നിനക്കും ആ വിശ്വാസം കിട്ടിയെങ്കിൽ അത് എൻ്റെ മാത്രമല്ല, ദൈവം വെളിപ്പെടുത്തിയതാണ്. അങ്ങനെ എനിക്ക് അത്ഭുതം നടക്കും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടാ. പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കണം കേട്ടാ. അപ്പം അതാണ് എൻ്റെ പ്രിയപ്പെട്ട, ചില വീഴ്ചകളൊക്കെ വലിയ അപകടത്തിൽ നിന്നുള്ള രക്ഷയാണ്. നമ്മളെ രക്ഷിക്കാനാണ്. കർത്താവ് സഹിച്ചില്ലേ, അത് പരാജയമാണ്. കർത്താവ് സഹിച്ചത് കർത്താവിന് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുള്ള ജനത രക്ഷിക്കപ്പെടാൻ വേണ്ടിയാ. അപ്പോൾ അതൊരു ശ്രേഷ്ഠമല്ലേ? എനിക്ക് മേജർ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ടായി, നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ ഹാർട്ട് സർജറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് മേലെ ഇനി ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല, ലങ്സ് ചുരുങ്ങിപ്പോയിന്ന്. ഇപ്പം ഉറക്കെ സംസാരിക്കണില്ലല്ലോ, മനസ്സിലായോ? അതെന്തിനു വേണ്ടിയാണ്? എൻ്റെ കർത്താവ് എന്നിന്ന് ജീവിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വീണ് നടന്നാലും കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്ന് എന്നെ ചങ്കി തൊട്ട് അനുഭവിച്ചിട്ട്, കേട്ടറിവല്ല അനുഭവിച്ച അറിവ് ലോകമെങ്ങും പ്രഘോഷിക്കാനാ കർത്താവ് എനിക്ക് ശക്തി തന്നത്. സ്വരം ഉയർത്താൻ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ ജീവിതം രാവിലെയും വൈകിട്ടും ഒക്കെ സ്വരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വല്ല കുഴപ്പമുണ്ട് എനിക്ക്? ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ എന്തിനാണ് എനിക്ക് ആ രോഗം ഉണ്ടായത്? എന്നെ നശിപ്പിക്കാനാണ്? എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനാ. മരിച്ചടങ്ങുമെന്ന് പറഞ്ഞെടുത്തുനിന്ന് ജീവൻ നൽകിയെങ്കിൽ അതുപോലെ വിഷമിക്കുന്ന അനേകർക്ക് ആശ്വാസം കൊടുക്കാനാ. അനേകർക്ക് ആ മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും പീഡകളിൽ നിന്നും കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടുമെന്ന് തൊട്ടറിഞ്ഞ് ചങ്കിക്കൊട്ട് അനുഭവിച്ചിട്ട് പറഞ്ഞ് അനേകർക്ക് സുവിശേഷത്തിൻ്റെ അനുഭവം കൊടുക്കാൻ എനിക്ക് തന്നതാ. ശരിയാണോ? പറ. സന്തോഷമായ? ഞാൻ മരിച്ചിട്ടില്ല, ഇങ്ങോട്ട് നോക്ക്, പ്രേതമല്ല കേട്ടാ, മരിക്കുന്ന വൈദ്യശാസ്ത്രം പറഞ്ഞു കേട്ടാ. അപ്പോൾ എത്ര വലിയ പ്രതിസന്ധി അവിടെ നിന്നും കൊണ്ടുപോകാൻ കർത്താവിന് കഴിയും കേട്ടാ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സന്തോഷമായിട്ടിരിക്കണം. ഇനി ഞാൻ പറയുന്നത് സന്തോഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി, എന്നിട്ട് നമ്മൾ സന്തോഷിക്കണം. സന്തോഷമുള്ളടത്ത് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് പറയണ്ട. ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട? പറ 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 പെട്ടെന്ന് പറ, സമയമില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ. പിള്ളേരൊക്കെ 10, 21 വയസ്സും 16 വയസ്സാകുമ്പോൾ കുത്തിക്കൊല്ലാണ്. ഒരു ഹരമായൊക്കെ 5 പേരൊക്കെ കൊന്നുകളഞ്ഞു അല്ലേ അവർ തന്നെ, അല്ലേ? 21 വയസ്സ് വരെ. എങ്ങനെ പറ്റും പ്രിയപ്പെട്ടവരെ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഏറ്റവും പ്രിയപ്പെട്ട അനിയനെ തല അടിച്ച് തകർത്ത് കളഞ്ഞ്. ഞാനിത് തമാശയോടെ തന്നെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറ്റുമോ അല്ലേ? അതെങ്ങനെ പറ്റി? വേറൊരു സാധനം തലയിൽ കയറി അല്ലേ? ലഹരി, വേറൊരു ലഹരി തലയിൽ കയറി കഴിഞ്ഞപ്പോൾ എന്തും ചെയ്ത് കളയും. അങ്ങനെ എത്ര വാർത്തകൾ അല്ലേ? കുഞ്ഞു പ്രായത്തിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ പോകണം. എന്താ അവസ്ഥ? നമ്മുടെയൊക്കെ മക്കളെക്കുറിച്ചും എല്ലാം ഉൾക്കണ്ട. ഉള്ള സമാധാനം പോയില്ലിപ്പാ. നമ്മുടെയൊക്കെ മക്കൾ എന്താ അവസ്ഥയെന്നും എല്ലാം ഓർമ്മയുണ്ട? എന്തൂരമാണ് മദ്യവും മയക്കുമരുന്നും. ഇപ്പം ആണ് ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായാൽ മതി അല്ലേ? ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടാകണം, അപ്പം എന്ത് ചെയ്യും? എല്ലാ ബസ്സിനും വൈറ്റ് അടിക്കുക, എന്നിട്ട് വൈറ്റ് അടിച്ച ബസ്സൊന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. അപ്പോഴായിരിക്കുള്ളൂ പോലീസൊക്കെ ഇറങ്ങണത്. ഒരുത്തൻ ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഇറങ്ങിയ കണ്ട റെയ്ഡ്. അപ്പോൾ റെയ്ഡിൽ പിടിക്കുമ്പോൾ എന്തൂരമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെയൊക്കെ ഇത് വ്യാപകമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ലേ? അപ്പോൾ ആരാണ് ചോക്ലേറ്റിൽ കൂടിയൊക്കെയാണ് കിട്ടുന്നത് ഇല്ലേ? എന്തു ഭീകരമായ അവസ്ഥയാണ് പ്രിയപ്പെട്ട. ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ മക്കളൊക്കെ തിന്മയുള്ളവരല്ല, നന്മയുള്ള മക്കളാണ് നമ്മുടെ മക്കൾ കേട്ടാ. നമ്മുടെ മക്കൾ നന്മയുള്ള മക്കളാണ് അല്ലേ? നന്മയുള്ളവരാ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? അവർ ജീവിക്കുന്നത് തിന്മയുടെ നടുക്കടല്ല.
തിന്മയുടെ കെണികളുടെ ചുറ്റുമാണ് അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങളോട് ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് പറയണം കേട്ടോ, സത്യത്തിൽ പറയണം. അതായത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന കാരണന്മാർ, ഞാനൊക്കെ ചെറുപ്പമാണ്, കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ഒപ്പം നിൽക്കട്ടെ, പ്രായങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-60 വർഷം 50 വർഷമൊക്കെ ആയില്ലേ നിങ്ങൾ? ഈ 50-60 വർഷത്തിൻ്റെ ഇടയിൽ ഇത്രയും പക്വതയും ജീവിതാനുഭവങ്ങളും കിട്ടിയവരല്ലേ പറ, അല്ലേ? എന്നിട്ടും ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ മൊബൈലിൽ കൂടിയൊക്കെ പറ? ഇല്ലേ? ഉണ്ടാകണില്ലേ? ഉണ്ട്. നമുക്ക് ഇത്രയും പക്വത അനുഭവം ഞാനുണ്ടായിട്ട് നമ്മൾ വീണ് പോകുന്നുണ്ട്, ശരിയല്ലേ? എന്നിട്ടും ഇത്രയും കുഞ്ഞു പ്രായത്തിലുള്ളവർ വീണ് പോണേൽ അസ്വാഭാവികത വല്ലതും ഉണ്ടാ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പ്രലോഭനങ്ങൾ കെണികളൊക്കെ ചുറ്റും ഉണ്ടെന്നേ, പക്ഷേ അതിനെ അവർ പ്രാപ്തരാക്കണം. അതിനെ അതിജീവിക്കാനുള്ള കരുത്തും പക്വതയും നമ്മൾ കൊടുക്കണം. മൊബൈൽ അങ്ങോട്ട് എടുത്ത് കൊടുത്തേക്കനാണ്, അത് പക്വതയോട് ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചിട്ട് കൊടുക്കണ്ടേ പറ? ചില ഒരു തള്ള പറഞ്ഞേ, ഞാനുണ്ടല്ലോ കൊച്ചിനെ കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയും, ഞാൻ ആ മൊബൈൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥതയാണെന്ന്. അവക്കടെ സ്വസ്ഥത പോകും കുറച്ച് കഴിയുമ്പോൾ. എളുപ്പ വഴിയല്ല നോക്കേണ്ടത്, കൊച്ചുങ്ങൾക്ക് ആ പക്വതയൊന്നും ഇല്ല, അതുകൊണ്ട് മൊബൈൽ കൊടുക്കേണ്ടെന്നല്ല ഈ പറഞ്ഞത്. അത് പക്വതയോട് ഉപയോഗിക്കും. കാരണം പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ വിവേകത്തോടെ ജ്ഞാനത്തോടെ മക്കൾ ജീവിക്കാൻ പരുവപ്പെടുത്തേണ്ടത് ആരാ? നമ്മളല്ലേ. അതാണ് ഏറ്റവും വലിയ ബുദ്ധി. അതാണ് ഏറ്റവും വലിയത്. അവരെ മക്കളെ എന്ത് കൊടുത്ത് വളർത്തണം പറ? വിശ്വാസം കൊടുത്ത് വളർത്തണം. അത് കൊടുക്കുമോ? രാവിലെ ട്യൂഷൻ, പിന്നെ സ്കൂളിൽ 9 മണി തൊട്ട് 4 മണി വരെ ക്ലാസ്, അതുകൊണ്ട് പിന്നെയും ട്യൂഷൻ. പിന്നെ എന്തിനാണ് സ്കൂളിൽ പഠിപ്പിക്കണത്? കുറേ ടീച്ചർമാരുണ്ട് മര്യാദ പഠിപ്പിച്ച സ്കൂളിൽ ട്യൂഷൻ കഴിഞ്ഞ ട്യൂഷന് പോകേണ്ടവരുണ്ട്. എൻ്റെ പിള്ളേരൊക്കെ പാവങ്ങളെ കഷ്ടപ്പെടുത്താനായിട്ട് സ്കൂളിൽ മാന്യമായിട്ട് പഠിപ്പിക്കണം. ആ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് മതി അവർക്ക്. അത് പഠിപ്പിക്കാതെ കൊണ്ടല്ലേ പിന്നെ ട്യൂഷന് വേണ്ടി വന്നത്. ഈ രാവിലെയും വൈകിട്ടും മുഴുവൻ ട്യൂഷനാണ്. പള്ളിയിൽ വിടുവോ? ട്യൂഷൻ. അത് തന്നെയാണ് പ്രശ്നം. ദൈവഭക്തിയും ദൈവവിശ്വാസവും കൊടുക്ക്. ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവഭക്തിയാ. സകലതും അറിഞ്ഞു, പക്ഷെ അറിയേണ്ടവൻ അറിയണം. സുഭാഷിത പുസ്തകം 9:10 എന്താ പറയണത്? ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ദൈവത്തെ അറിയാൻ അവർക്ക് പറ്റണ്ട, ദൈവവിശ്വാസി വളർത്തണണ്ട, ദൈവഭയത്തിൽ വളർത്തണണ്ട. ബാക്കി എന്തൊക്കെ നേടിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ CCTV ഉണ്ട് അല്ലേ? ഓഫീസിൽ CCTV ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നല്ല ശ്രദ്ധിച്ചു. ആ CCTV ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിൽ എങ്ങനെയായിരിക്കും ജോലി ചെയ്യണത്? സത്യം പറ. ഭയങ്കര ഡീസൻ്റ് ആയിരിക്കുമല്ലേ? എന്താ കാര്യം? CCTV ഉള്ളതുകൊണ്ടല്ല. CCTV വർക്ക് ചെയ്യാതിരിക്കാം, അതൊക്കെ ഉണ്ടായിട്ട് കുറേ നാളായുള്ളൂ ഇല്ലേ? പക്ഷേ CCTV അല്ല പ്രശ്നം. CCTVയുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസ്തരായി ജോലി ചെയ്യാൻ കാരണം എന്നറിയോ? ആ CCTV കൂടി എൻ്റെ ബോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അവബോധം, ആ ബോധം ഉള്ളതുകൊണ്ടല്ലേ പറ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ CCTV എന്നുണ്ടായത്? പക്ഷെ അതിലും വലിയ ഒരു CCTV നമ്മുടെ മുകളിലുണ്ട്. അതാരാ? ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കീഴിലാണ് നീ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ നിന്നെ കണ്ടു. നിരന്തരം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് മുകളിലുണ്ടെന്ന ആ ദൈവഭയത്തിൽ മക്കളെ വളർത്തിയ ആ മക്കളെ ഏത് അമേരിക്ക പോയാലും വഴി തെറ്റുവോ? നിങ്ങൾക്ക് നിങ്ങളുടെ പുറകെ നടക്കാൻ പറ്റുമോ പറ? പ്രിയപ്പെട്ടവർ, ഞാൻ വളരെ വേദനയോടെ പറയാൻ, എന്തോരം സങ്കടങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 1-2 ഉള്ളല്ല, നാം 2 നമുക്ക് 2, ഇത്രേ ഉള്ളൂ. അതിൻ്റെയാണ് ഞാൻ അനുഭവിക്കണം. മനസ്സിലായ? 1-2 ഉള്ളൂ. ഈ 2 2 വഴിക്ക് പോയി എന്ത് ചെയ്യും? ഒരു HM എൻ്റെ അടുത്തൊന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. HM ഹസ്ബൻഡും ആ സ്കൂളിലെ സാറാണ്, രണ്ടും കൂടി വന്നേക്കാണ്. എന്നിട്ട് ഈ HM പറഞ്ഞേ, പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞേ, അച്ഛാ എൻ്റെ സ്കൂളിൽ 1000 പിള്ളേരാണ് നോക്കണ്ടേ, എൻ്റെ വീട്ടിലായിട്ട് 2 നോക്കാൻ പറ്റുള്ളൂ, 2 വഴിക്കാൻ. എന്ത് പറയാനാണ്? മനസ്സിലായ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ അടച്ചാക്ഷേപിക്കണമല്ല. കുഞ്ഞുങ്ങൾ നല്ലവരാണ്, പക്ഷെ അവർ ചുറ്റും കെണികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ അതിജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണ്ടേ? ഉണ്ണീശോ പോലും ജീവിച്ച എങ്ങനെയാ? ലൂക്ക 2:40 എന്താണ്? അവൻ ജ്ഞാനത്താൽ ശക്തനായി ശിശു വളർന്നു. ജ്ഞാനത്താൽ ശക്തനായി. ജ്ഞാനം എന്താണ്? ഈശോ, ദൈവം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കൊക്കെ ഹൃദയം ഉണ്ടാ? സത്യം പറ, ഹൃദയം ഉണ്ടാ? ഹൃദയം ആര് പറഞ്ഞ്? തെളിവെന്താണ്? എനിക്കുണ്ട്. ഞാൻ ഹാർട്ടൊക്കെ തുറന്നു നോക്കിയാണ് കേട്ടാ. ഞാൻ ചോദിക്കണേന്, നമ്മുടെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? നമ്മൾ പമ്പ് ചെയ്യുന്ന എല്ലാ പരിപാടിയൊക്കെ ഉണ്ട്. ഈ ഹൃദയത്തെക്കുറിച്ച് കാർഡിയോളജിസ്റ്റുമാർ പഠിക്കണം അല്ലേ? പഠിച്ചോട്ടെ. ശരീരശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചു ശരീരശാസ്ത്രം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സംഭവിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഹൃദയം ഉണ്ടാക്കിയാരാ? അതും കൂടി അറിഞ്ഞാലല്ലേ, അവൻ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാലല്ലേ ആ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമാവുള്ളൂ. പറ. ഈ ശരീരം മുഴുവൻ പഠിച്ചോ? അത് പഠിക്കണം. പക്ഷെ ഈ ശരീരം മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തെ അറിയാതെ, അതെന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് ആ ദൈവത്തിൻ്റെ ജ്ഞാനം അറിയാതെ എല്ലാം അറിഞ്ഞിട്ട് കാര്യമുണ്ടാ? പറ.
ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അഡ്രസ്സ് എന്താണ് പറഞ്ഞേ? നമ്മുടെ ഓരോരുത്തരുടെ അഡ്രസ്സ് ഒന്ന് ധ്യാനിച്ച് നോക്കിയേ. പേര് അല്ലേ, എൻ്റെ പേര് ബൈജു, നല്ല പേരല്ലേ, ബൈജു മാത്രമാണ് എൻ്റെ അഡ്രസ്സ്. അതെൻ്റെ പേര് മാത്രമാണ്. അഡ്രസ്സ് എന്താ വേണ്ടത്? സൺ ഓഫ് അപ്പൻ അല്ലേ? നമ്മുടെ അപ്പൻ്റെ പേരിലല്ലേ അറിയണത്, വീട്ടുപേരിലല്ലേ അറിയണം. അതിൻ്റെ അർത്ഥം എന്താ? എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ, എൻ്റെ അറിവ് പൂർണ്ണമാകണമെങ്കിൽ, എന്നെക്കുറിച്ച് അറിവ് പൂർണ്ണമാണെങ്കിൽ എന്നെ ജനിപ്പിച്ച അപ്പനറിയണം. ആണാ? അതാണ് ജ്ഞാനം. അതാണ് സുഭാഷിതം 9:10. ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. പരിശുദ്ധനായവൻ അറിയുന്നതാണ് അറിവ്. മനസ്സിലായ? നമ്മൾ ഈ ലോകത്തിലുള്ള ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒക്കെ പഠിച്ചോ, എല്ലാ സയൻസും പഠിക്കണം. പക്ഷെ ഇത് മുഴുവൻ സൃഷ്ടിച്ചവൻ അറിയണ്ടേ? അതല്ല ജ്ഞാനം, അതല്ല അറിവിൻ്റെ പൂർണ്ണത. അതറിയാൻ നേരമില്ല. സകലതും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കർത്താവിനെ അറിയാത്തതാണ് ഏറ്റവും വലിയ നഷ്ടം പ്രിയപ്പെട്ടവരെ. ഒരു അമ്മച്ചി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞതെന്നറിയോ? മോനെ പുറത്ത് പഠിപ്പിക്കാൻ വിട്ടേക്കേൻ. ഇപ്പം അതാണല്ലോ ട്രെൻഡ്, പഠിപ്പിക്കാൻ വിട്ടേക്കേൻ. ഈ ട്രെൻഡിൻ്റെ ഒപ്പം പോകല്ലേ? ആ കൊച്ചിന് പറ്റുമെന്ന് അറിഞ്ഞിട്ട് വിടണം പോകാൻ. ഇവൻ പോയിട്ട് ഈ പഠിക്കാനുള്ള കാശ് മുഴുവൻ അപ്പം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവൻ അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്യാനാണ് കേട്ടാ. അവൻ കോഴ്സ് 4 കൊല്ലമാണ്. 4 കൊല്ലത്തെ കോഴ്സിന് പോയിക്കണേ. ഇപ്പം 12 കൊല്ലമായി, തീർന്നിട്ടില്ല. അവൻ നോക്കിയപ്പോൾ കൊള്ളാം, ആർമാദിച്ച് നടക്കണേ അവിടെ, തിരിച്ചു വന്നില്ല. കാരണം എന്താണ്? പാർട്ട് ടൈം ജോലി കൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നടക്കും അവിടെ. എന്നിട്ട് അമ്മ ഇവിടെ കിടന്ന് പൊട്ടിക്കരച്ചിലാണ്. ഇവൻ വന്നിട്ടുണ്ട് എനിക്ക് കെട്ടിക്കാൻ. ഇനി ഇവനെ കെട്ടിച്ചിട്ട് എന്ത് കാണിക്കാനാണ്? ഈ പരിവാണ്. ഒരു ഉത്തരവാദിത്വമില്ല. വിട്ടേക്കണ 4 കൊല്ലത്തെ കോഴ്സിന് വിട്ടേക്കണേണ്. 12 കൊല്ലം തീർന്നിട്ടില്ല. പരീക്ഷ എഴുതിയാലല്ലേ തീരുള്ളൂ. എന്താ അവസ്ഥ? അവൻ്റെ രീതി പോണേണ്. ദൈവഭക്തി, ദൈവം ഉണ്ടാ, ഇതെല്ലാം കഴിഞ്ഞു പോകടാ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ എന്ത് പ്രയോജനം എന്നൊരു ചിന്തയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ അവൻ നിൽക്കൂലേ? എവിടെ പോയാലും അവൻ വിശുദ്ധിയിൽ തിരിച്ചു വരില്ലേ? പറ. ഇനി അടുത്ത ട്രെൻഡ് തുടങ്ങാം. പരീക്ഷ തുടങ്ങിയല്ല, പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അപ്പോൾ ഇതും ഓടി വരും, പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ പ്രാർത്ഥിക്കും. നമ്മൾ പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഈ മക്കൾക്ക് വേണ്ടി. പരീക്ഷ കുറച്ച് റിസൾട്ട് ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ വിജയിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? കുറേ മാർക്ക് കിട്ടിയോണ്ട് കാര്യമുണ്ടാ? മാർക്കറ്റ് ഒരാളെ പറഞ്ഞുതരാം. കഴിഞ്ഞ ആഴ്ച 2 ആത്മഹത്യ ചെയ്ത്. കുറേ പേര് ആത്മഹത്യ ചെയ്ത്. അതിൽ 2 പേരെ ഞാൻ എടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നെന്ന് പറയും, എൻ്റെ പ്രിയപ്പെട്ട, ഞാനിത് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഭാവി, നമ്മുടെ ചെറുപ്പക്കാരല്ലേ, പിള്ളേരല്ലേ, അവർ തെറ്റല്ല, അവർ നല്ലവരാ. പക്ഷെ അവർക്ക് ചുറ്റും പിശാച് അതിഭീകരമായി കണി ഒരുക്കിയിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള വിവേകം കൊടുക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ. ഉറങ്ങിക്കിടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്തും കൊടുക്കും, പക്ഷെ കൊടുക്കേണ്ട കർത്താവിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള വേദനയോടെ പറഞ്ഞാൽ എന്തൂരം സങ്കടം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാൻ നമ്മുടെ അടുത്ത സങ്കടം എന്താണെന്നറിയോ? ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി, മാർക്കിന് വേണ്ടി പ്രാർത്ഥിക്കട്ടാ എന്ന് പറയും. അത് കഴിയുമ്പോൾ ഒരു ട്രെൻഡ് മഴമണിൻ മെയ് ആവുമ്പോൾ, അച്ഛാ കേട്ടോ, ഞാൻ എല്ലാ കൊല്ലവും കേൾക്കണം, അച്ഛാ കുറച്ച് പേരെ വരുള്ളൂ, അച്ഛാ കൊച്ച് ജയിക്കുകയോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ അവൾ ആത്മഹത്യ ചെയ്തേക്കരുത്. ഇനി അത് വരാമണിയൻ. കാരണം പരീക്ഷ ഒരു റിസൾട്ട്, അതിലേക്കാണ് നിങ്ങൾ ജീവിതം ലക്ഷ്യം വെച്ച് കൊടുത്തേക്കണം കൊച്ചുങ്ങൾക്ക്. അതല്ല ജീവിത ലക്ഷ്യം. ജീവിതത്തിൽ നന്നായിട്ട് ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം, എൻ്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു അറിയുമോ? പറ. അച്ഛനാവണമെന്ന്. അച്ഛനാവണമെന്നായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. ഞാൻ അതിനുവേണ്ടി സെമിനാരിൽ കയറി 12 വർഷം പഠിച്ച് ഞാൻ അച്ഛനായി. അപ്പം എൻ്റെ ജീവിത ലക്ഷ്യം തീർന്നു. അങ്ങനെയാണ് വെച്ചു കൊടുക്കേണ്ടത്. കൊച്ചു ലക്ഷ്യങ്ങളല്ല. എൻ്റെ ജീവിത ലക്ഷ്യം ഒരു അച്ഛനാകലല്ല, വിശുദ്ധനായ ഒരു അച്ഛനാകണം, സ്വർഗത്തിലെത്തണം. അതായിരിക്കണം ലക്ഷ്യം. ഈ താൽക്കാലിക ഒരു BA പാസ്സായ പോരാ, ഒരു എഞ്ചിനീയർ ആയ പോരാ, ഒരു ഡോക്ടറായ പോരാ. അതിൻ്റെ അപ്പുറത്ത് ലക്ഷ്യം കൊടുക്കണം. ജീവിക്കുന്ന കർത്താവ് നിന്നെ ഭൂമിയിൽ അയച്ചെങ്കിൽ ആ ജീവിക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് എത്തണം. വിശുദ്ധനായ എഞ്ചിനീയർ ആകണം, വിശുദ്ധനായ ഡോക്ടറാകണം. ദൈവഭയത്തിലും ദൈവവിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്ത്. അല്ലാണ്ട് കുറച്ച് മാർക്കിനല്ല ലക്ഷ്യം. അതുകൊണ്ടല്ലേ ആ മാർക്ക് കിട്ടിയില്ല, ആത്മഹത്യ ചെയ്യുന്നു. എന്തൊരു ഗതികേടാണ്. കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ +1 വിദ്യാർത്ഥി, അറിഞ്ഞല്ല. അവനെന്താ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് തീർന്നില്ലെന്ന്. പക്ഷെ എന്ത് പറയാനാണ്? റിസൾട്ട് പോലും വന്നിട്ടില്ല, പരീക്ഷ പഠിച്ച് തീർന്നില്ല. ഇവിടെ പരീക്ഷ എഴുതാൻ പേടിച്ചിട്ട് അങ്ങോട്ട് ആത്മഹത്യ ചെയ്ത്. അവന് വിവരമില്ലെന്ന് നോക്കാം. വേറൊരെണ്ണം ആത്മഹത്യ ചെയ്ത്. അതാണ് എനിക്ക് കല്ലിയടങ്ങാത്തത്. അതാരാന്നറിയോ? ഒരു ഡോക്ടർ, അറിഞ്ഞില്ലായിരുന്നാ? ഒരു ഡോക്ടറേ, അങ്ങനെ സാധാരണ ഡോക്ടറാണ്, വിദഗ്ധന ഡോക്ടർ. 3000 വൃക്ക രോഗികൾക്ക് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്താണ്. ഞാൻ ചോദിക്കട്ടെ, വൃക്ക മാറ്റിവെക്കേണ്ടത് എപ്പോഴാണ്? ഇനി അയാൾക്ക് മുന്നോട്ടില്ല, മരിച്ചു പോവും, ഉറപ്പല്ലേ? മരിച്ചു പോകുന്ന ഉറപ്പുള്ള ഘട്ടത്തിലാണ് വൃക്ക മാറ്റി വെക്കുന്നത്, ശരിയല്ലേ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, 3000-ലധികം പേർക്ക് മിനിമം അയാൾക്ക് ജീവൻ കൊടുത്ത ആളല്ലേ? പറ. ഇത്രയും വിദഗ്ധനായ ഡോക്ടർ, അയാളുടെ ജീവൻ അവിടെ പോയി. ഇത്രയ്ക്ക് നിരാശ, ആത്മഹത്യ ചെയ്തെന്ന്. ഞാൻ ചോദിക്കട്ടെ, അയാൾക്ക് വിവരമില്ലേ, അറിവില്ലേ, സമ്പത്തില്ലേ, നല്ല ജോലിയില്ലേ, ഫെയിമില്ലേ? എന്തിൻ്റെ കുറവാ?
പക്ഷെ ആത്മഹത്യ ചെയ്ത് നിരാശപ്പെട്ടു പോയി. അതാ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ലോകം മുഴുവനും നീ വെട്ടിപ്പിടിച്ചു, പക്ഷേ ജീവിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചു മക്കൾ വളരണം. ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അവൻ ജീവൻ കൊടുത്താ സ്നേഹിച്ചേ. അതാണ് ഈ നോമ്പ് കാലത്ത് ധ്യാനിക്കുന്നത്. ഈ നോമ്പ് കാലത്തിൽ കുരിശിന്റെ വഴിക്കെങ്കിലും മക്കളെ പങ്കെടുപ്പിച്ചിട്ട് ആ ക്രിസ്തു നിനക്ക് വേണ്ടി സഹിച്ചതൊന്ന് ധ്യാനിപ്പിക്കും പ്രിയപ്പെട്ടവരെ. അത് പള്ളിക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടാനല്ല, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനാ ഈ നോമ്പ് കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വേദനയോടെ പറയണം. കാരണം ഈ പ്രേമത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോണ് ചില നിങ്ങൾ. കപട പ്രേമം, എന്നിട്ട് തേച്ചൊട്ടിച്ച് കഴിയുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്നു. ഒരുത്തൻ പ്രേമിച്ചവനല്ലേ, പ്രേമിച്ച പെൺകുട്ടിനെ വീട്ടിലൊരുത്തി തല്ലിക്കൊന്നുള്ളത് ഇല്ലേ? ഇതാണ് പ്രേമം. ഈ കപട സ്നേഹവും കപട പ്രേമവും കാണിച്ച് പിശാചിന്റെ കെണി ഒരുക്കി നമ്മുടെ മക്കളെ തകർക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രേമിക്കല്ലേ എന്നല്ല പറയേണ്ടത്, പ്രേമിക്കണ്ടവനെ പ്രേമിക്കാൻ പഠിപ്പിക്ക്. ഈ സ്നേഹം എന്തെന്ന് അറിയാനായിട്ട് പഠിപ്പിക്ക്. അതല്ലേ വേണ്ടത്. നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം, നിഷ്കളങ്ക സ്നേഹം കണ്ടു വളരട്ടെ. അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് നിങ്ങൾ അവരെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുക. അപ്പോൾ അവർ കണ്ടെടുത്തു. ഈ ഉദാഹരണം പറയാം. വേറൊരു പ്രശ്നം, ഈ പിള്ളേർക്ക് വിഷമം ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ പ്രായത്തിൽ വിഷമങ്ങൾ ഉണ്ടാവും ഇല്ലേ? സ്വാഭാവികമാണ്. അപ്പോൾ വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ രണ്ടെണ്ണവും പണിക്ക് പോയേക്കും, കഷ്ടപ്പെട്ട് പണിക്ക് വന്ന് വീട്ടിലെ പണി എടുക്കണം. ശരി, സമ്മതിച്ച്. ആർക്ക് വേണ്ടിയാണ് ഈ ഓർഡർ? ഈ മക്കൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ട് ഈ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് വരാൻ നേരത്ത് വീട്ടിലെ പണി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സമ്മതിക്കണം, കുറ്റം പറയണല്ല. ഈ അധ്വാനം മുഴുവൻ എടുക്കണതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ഇത്തിരി വിഷമം ഉണ്ടാവും. അത് നിങ്ങളോട് പറയാൻ വരുമ്പോൾ നമുക്ക് നേരമില്ല. എന്താ പറ്റണമെന്നറിയോ? അവരുടെ വിഷമം ആരോടെങ്കിലും പറയണ്ടേ? അച്ഛന്മാരോട് പറയില്ല. കാര്യം എന്താ? പള്ളി കൊണ്ടുപോകില്ലല്ലോ. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യൂപ്പാ? അവന്മാരെന്ത് ചെയ്യും? സിമ്പിൾ ടെക്നിക്ക് എന്താണ് ചെയ്യണം? കൂട്ടുകാരനോട് പറയും. നല്ല പക്വതയാണല്ലോ. അപ്പോൾ കൂട്ടുകാരോടൊന്ന് പറയടാ, എനിക്ക് ഭയങ്കര വിഷമോടാ. നിനക്ക് വിഷമമുണ്ടല്ലേ? ഇപ്പം ശരിയാക്കാട്ടെ. അവൻ്റെ ബുദ്ധിക്ക് അവൻ എന്ത് പറയും? 2 എണ്ണം അടിച്ചിട്ട് വരാം. ശരിയാണോ? തീർന്നില്ല പരിപാടി. അപ്പോൾ പെൺപിള്ളേർ, എടാ എനിക്ക് ഭയങ്കര വിഷമമാണ് അതിനാണ്. അപ്പം ആൺകുച്ചിങ്ങ വരും, വാ നിൻ്റെ വിഷമം ഞാൻ മാറ്റിത്തരാം. എന്നിട്ടൊരു റൈഡ്, അതിലെല്ലാം തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ വിഷമം കേൾക്കാനൊരു സാവകാശം നമുക്കുണ്ടാകണം. അവരെ നമ്മ കേട്ടില്ലെങ്കിൽ കണ്ടവനെടുത്ത് പോരി. എന്നിട്ട് വഴിതെറ്റി പോയി തെറ്റാ വഴികളിൽ അവർ തിരിച്ചെടുക്കില്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ ഇത്തിരി സമയം എടുത്താണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ അത്രയും വേദനിച്ചിട്ടാണ് പറയുന്നത്. അത്രയും സങ്കടമുണ്ട് നമ്മുടെ മക്കളെ ഓർത്തിട്ട്. അവർ നല്ലവരായതുകൊണ്ടാണ് വേദനിക്കുന്നത്. അവർ വഴിതെറ്റിയൊന്നും പോയിട്ടില്ല, പക്ഷെ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിത്യാഗം, നമ്മുടെ സ്നേഹവും മക്കൾക്ക് കൊടുക്കാനാകണം. ഈശോ വളർന്നത് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ്. കഴിഞ്ഞ ആഴ്ച വരണം അല്ലേ, ഒരു പെൺകുട്ടി, അവൾ വീട് വിട്ട് പോയി കളഞ്ഞു. എന്താ കാര്യം? എന്നിട്ട് വല്ലാർപാടം പാലത്തിന് പിടിച്ച്. പാവം അവളോട് സങ്കടം എനിക്ക് തോന്നണം. അവൻ്റെ കാര്യം, അവൾ മൊബൈൽ സ്കൂളിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? വൈകിട്ട് അമ്മ ജോലി ഇത്തിരി വൈകും. അപ്പോൾ ഇവളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി അമ്മയുടെ ഫോൺ ഇവിടെ ബാഗിൽ വെച്ച് കൊടുത്തിട്ട്, നീ വിളിച്ചോ, വൈകിട്ട് ഞാൻ ഇത്തിരി വൈകുമല്ലോ, അപ്പോൾ ഒന്ന് വിളിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഇവൾ വല്ല തെറ്റും ചെയ്താ? ഒരു തെറ്റും ചെയ്തില്ല. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പൊക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ സ്കൂളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് അത് പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു. ഒറ്റ വാക്യം പറഞ്ഞുള്ളൂ, നാളെ വീട്ടുകാരെ വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. വല്ല കുഴപ്പമുണ്ടാ? അമ്മ കൊടുത്ത ഫോണല്ലേ, അമ്മ വന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോയിക്കോളൂ അല്ലേ? ഇവക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലാകാത്തതാ, ഇവർ ഇത്ര ചെറിയ മനസ്സായി പോയി. ആ ഒരു പാകതയില്ലെന്നേ. എന്നിട്ട് എന്ത് ചെയ്ത് ഈ കൊച്ചി, അയ്യോ അമ്മ വഴക്കുറിയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകാണ്ട് അലഞ്ഞു കിടക്കണം. എന്നിട്ട് വല്ലാറ് പടന്ന് ചാടാൻ പോകണം. എന്ത് പറയാനാണ്? അപ്പോൾ അവിടെ ഭാഗ്യത്തിന് കൈയോടെ പൊക്കി കഴിഞ്ഞപ്പോൾ അമ്മ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ തീർന്ന്. കൊച്ചു പ്രശ്നമല്ലേ? അതിനെ അതിജീവിക്കാൻ അവർക്ക് ധൈര്യം കൊടുക്കാതെ നമ്മൾ എന്ത് നേടിയിട്ടെന്താ കാര്യം? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി കുറേ നാളായില്ലേ, കുറേ വർഷങ്ങളായില്ലേ? നിങ്ങൾ ഈ വർഷക്കാലഘട്ടത്തിനിടയിൽ ജീവിതത്തിൽ വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? പല പ്രശ്നങ്ങളും. ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ലെന്നോ, കുഞ്ഞുങ്ങളെ തടയണ്ട, അവർ കളിച്ചോട്ടെ കേട്ടാ, ശിശുക്കളെ തടയരുത്. അപ്പോൾ പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? പല പ്രശ്നങ്ങളിലും ചിലതെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണല്ലേ? അതായത് ജീവിതം അവസാനിപ്പിക്കണം, അത്ര ഇനി മുന്നോട്ടില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങളുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരിവിടെ ഉണ്ട്. ശരിയാണോ? എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെന്നിട്ട് ഇവിടെ ജീവനോട് പിരിപ്പണ്ടല്ല. എൻ്റെ അർത്ഥം എന്താ? അതായത് അത്രയും സങ്കീർണമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, പക്ഷെ അതിനെയും നിങ്ങൾ അതിജീവിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? പ്രശ്നങ്ങൾ വലുതാണെന്നേ, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകും എന്നൊരു ധൈര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ? ഒരു മാർക്കിൻ്റെ പുറകെയല്ല പിള്ളേർ ഇട്ടിട്ട് പോകേണ്ടത്.
സങ്കടം കൊണ്ട് പറഞ്ഞു. അപ്പോൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. നമ്മൾ ഈ അറിവ് മുഴുവൻ കൊടുക്ക്, പക്ഷെ ജീവിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം കൊടുക്ക്. അവൻ നിന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്, അവബോധം മക്കൾക്കുണ്ടാകട്ടെ. ഒരിടത്തും ഒരു വഴിതെറ്റില്ല. ഒരു നിമിഷം കണ്ണടച്ചേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെല്ലാ സങ്കടങ്ങളും നിയോഗങ്ങളും അപേക്ഷകളും ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുക. ഞങ്ങളെ രക്ഷിക്കാൻ സ്വർഗം വിട്ടിറങ്ങി ഞങ്ങളോടൊപ്പമാകാൻ അപ്പമായ ഈ ബലിയിലാണ് ഞങ്ങൾ സമർപ്പിക്കുക. ഈ ബലിക്കപ്പുറത്തൊരു പ്രശ്നമില്ല. കാരണം ഈ ബലിയിൽ വരുന്നത് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ സകലത് സമർപ്പിക്കുക. സങ്കടങ്ങൾ സമർപ്പിക്കുക. നിന്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസിച്ച് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങളെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുകയാണ്. അവരുടെ നിഷ്കളങ്കതയെ, പക്വതയില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന കെണികൾ തിരിച്ചറിയാനുള്ള അവബോധം നൽകണമേ. ഈശോയെ, ഞങ്ങളെല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. കാഴ്ചവെപ്പുഗാനം വിശ്വാസത്തോടെ ആലപിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ലഭിക്കുമെന്ന് ഉറപ്പോടെ ബലിവേദിയിൽ സമർപ്പിക്കാം.